വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സഹന സമരത്തിലൂടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹത് വ്യക്തിയാണ് രാഷ്ട്രപിതാവായ നമ്മുടെ മഹാത്മജി. മഹാത്മജിയോടുള്ള ആദരസൂചകമായി നമ്മുടെ രാജ്യത്ത് പല വ്യക്തികളും സംഘടനകളും വിവിധ പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു കൊച്ചു പഞ്ചായത്തിൽ കുറേ ചെറുപ്പക്കാർ ചേർന്ന് ഒരു വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുവാനുള്ള പരിപാടിയിലാണ്. പഞ്ചാരക്കുന്ന് പഞ്ചായത്തിലെ ഈ എളിയ കലാപരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശ്വര, മഹാത്മജിയുടെ പ്രതിമ ഉദ്ഘാടനം ചെയ്യേണ്ട സമയമായിട്ടും ഒരുക്കങ്ങളൊന്നും റെഡിയായില്ലേ? സതീശേടാ, എന്തോ മാലയൊക്കെ പടക്കമൊക്കെ ആരാടാ കേട്ടത്? അതാ കുടിയൻ വേലായുധനെ ഏർപ്പാടാക്കിയത്. ഓ, അതൊരു വല്ലാത്ത ഏർപ്പാടായി പോയി. എന്നിട്ട് അവൻ എന്ത് ചെയ്യടാ? അവനാ ശിങ്കാരി മേളത്തിന്റെ ഇടയിൽ കിടന്ന് ഡാൻസ് ചെയ്യാന്നേ. ഈ സമയത്ത് അവന്റെ ഒരു ശിങ്കാരി മേളം. ഹലോ ഹലോ, മാല, ബൊക്കെ, പടക്കം, എപ്പോ, എവിടെ? ഓക്കെ, എത്തി 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 എത്തി. വിളക്ക് കൊണ്ടുവച്ചിട്ട് കത്തിക്കാതെ പോയേക്കുന്ന വെളിവില്ലാത്തവ അതിന് ഞാൻ തന്നെ വേണം. ആടല്ല വിളക്ക്. നിന്നോടാണ് പറഞ്ഞു ഈ വിളക്കിവിടെ കത്തിക്കാൻ? വിളക്ക് പിന്നെ കത്തിക്കാനുള്ളതല്ലേ? അത് മന്ത്രിക്ക് കത്തിക്കാനുള്ളതല്ലേ? ആര് കത്തിച്ചാലും ഇത്രയും വെളിച്ചുണ്ടാവും. നിന്നോടാരാടാ പറഞ്ഞത് ഈ വിളക്കൂടെ കൊണ്ടുവെക്കാൻ? ചേട്ടനല്ലേ പറഞ്ഞത്? കെടുത്തി വെക്കടാ. കിടത്തി വെച്ചു. എടാ കഴുതേ, കെടുത്തി വെക്കാൻ പറഞ്ഞാൽ കെടുത്തി വെക്കണം, അല്ലാതെ കിടത്തി വെക്കല്ലേ വേണ്ട. മരക്കഴുതേ, താൻ വലിയ വർത്താനൊന്നും പറയണ്ട. തന്നോട് ആരോടോ ഈ വിളക്ക് കത്തിച്ചു നോക്കാൻ പറഞ്ഞത്? തെണ്ടിത്തരം കാണിച്ചിട്ടൊന്നും ചലക്കില്ല. തനിങ്ങോട്ട് വന്നു. തൻ്റെ അച്ഛൻ ഇപ്പോഴും ആ പഴയ രാഘവൻ നായർ തന്നെയല്ലേ? അതെ. പക്ഷെ നാട്ടുകാർ പറയുന്നത് നീ രാമൻ നായരുടെ മകനാണെന്നാ. പക്ഷെ സത്യം എനിക്കറിയാം, നീ തെങ്ങേറ്റക്കാരൻ ചാത്തന്റെ മകനാണെന്ന്. ആഹാ ആഹാ. കേടാ, നിനക്ക് വല്ല കാര്യം ഉണ്ടോടാ ചെറുക്കനെ കൈ തല്ലി മേടിക്കേണ്ട കാര്യം? വേലായുധ, നിന്നോട് ഞാൻ ബാലരാജാണ് മാന്യമാര് വരുന്ന വേദി കള്ള് കുടിച്ചിട്ട് വരരുതെന്ന. ആരാ ഇപ്പൊ ഇവിടെ മാന്യൻ? അതന്നെ, എന്നെ കണ്ട് നിനക്ക് മാന്യമായിട്ട് തോന്നുന്നില്ലേ? ഒരു എന്നാ നിനക്കൊരു സംശയമുള്ളത് പോലെ. ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു മാന്യനുണ്ടെങ്കിൽ അത് താനാണ്. എന്റെ വീടിനടുത്തുള്ള ജാനു ഉണ്ടല്ലോ, ആ ചുറ്റിക്കളി, അവളുടെ വീട്ടിലേക്ക് രാത്രി 12 മണിക്ക് തലക്കെട്ടും കെട്ടി കുറ്റിബീടിയും വലിച്ചുകൊണ്ട് പതുങ്ങി പതുങ്ങി പോവാറുള്ളത് ആരാ? ആരാ? ഈ പാവം മാന്യനല്ല. കുറ്റിബീടിയും വലിച്ചോണ്ടല്ലേ? അത് ചിലപ്പോ വല്ല മിന്നാമിനിങ്ങും ആയിരിക്കും. പിന്നെ തലയെക്കെട്ടൊക്കെയാണല്ലോ സാധാരണ മിന്നാമിന്നി നടക്കുന്നത്. ചേട്ടാ, നിനക്ക് ആള് മാറിപ്പോയതായിരിക്കും. ഒന്നാമത് നീ ഈ പറയുന്ന ജാനുവിന്റെ വീടും എന്റെ വീടും തമ്മിൽ ഏതാണ്ട് 20 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അവിടെ എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്, അതും പാതിരാത്രിയില്? നല്ല നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ എലി മൂന്നാറിൽ നിന്നും വരും. ഇവിടെ കൊണ്ട് ഇത് വലിയ ശല്യമായല്ലോ. ഇപ്പൊ ഞാൻ ശല്യമായല്ലേ? മാലയും ബൊക്കയും പടക്കവും ഒക്കെ വാങ്ങിക്കാൻ ഞാൻ വേണം. എന്നിട്ട് വല്ലതും മേടിച്ചോ? എല്ലാം മേടിച്ചു, പടക്കം കെട്ടി തൂക്കുകയും ചെയ്തു. ഓ, സമാധാനം അത്രയെങ്കിലും ചെയ്തല്ലോ. പിന്നെ മന്ത്രി വരുമ്പോ ഞാൻ കൂവാ. മന്ത്രി വരുമ്പോ കൂവുന്നത് ശരിയാണോ? മാറി നിന്ന് കല്ലെറിയാം. അതല്ല പറഞ്ഞത്. പടക്കം പൊട്ടിക്കാൻ ഒരു സിഗ്നൽ ആയിട്ട് മന്ത്രി വരുമ്പോ ഞാൻ കൂവാവന്ന. അത് ശരി. അപ്പൊ കൂവല് കേൾക്കുമ്പോ ഞാൻ പടക്കം പൊട്ടിക്കണം. അതെ അതെ. അപ്പൊ ഞാൻ കൂവല് കേൾക്കുമ്പോ പടക്കം പൊട്ടിക്കാം. ഞാൻ പൊട്ടിക്കും. ഓക്കെ ആണല്ലോ. സമയം എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇത്തിരി വെള്ളം അടിക്കുമെങ്കിലും ചില കാര്യങ്ങൾ അങ്ങോട്ട് ഏൽപ്പിച്ച് അത് കൃത്യമായിട്ട് ചെയ്യും. ചേടാ, പറഞ്ഞ പോലെ ഈ ഖജാൻജി അവിടെ പോയി കിടക്കുകയാണ്. എടാ സതീശ, എടാ ആ ഖജാൻജി എന്തിയടാ? പൊട്ടന് ചെവിയും കേട്ടോടെ. എടാ സതീശ, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പൊട്ടിക്കല്?
എങ്ങനെയുണ്ട് എന്റെ പൊട്ടിക്കലേ? എന്തിനാ എന്നെ പൊട്ടിച്ചത്? എടാ മന്ത്രി വരുമ്പോ പടക്കം പൊട്ടിക്കാനല്ല നിന്നോട് പറഞ്ഞത്. കൂവല് കേൾക്കുമ്പോ പൊട്ടിക്കാനല്ല എന്നോട് പറഞ്ഞത്. അതെന്താ? 1-2 പൊട്ടാൻ ബാക്കിയുണ്ടായിരുന്നു. ഇപ്പൊ സമാധാനായി. വിളക്ക് കത്തിച്ചും വെച്ചു, പടക്കം പൊട്ടിച്ചും കളഞ്ഞു. ഇനി എന്തിനാടാ ഇവിടെ നിൽക്കുന്നത്? അല്ല, ഞാൻ ഈ സ്റ്റേജ് കത്തിക്കാനോ? ഇറങ്ങിപ്പോടാ. ഞാൻ പണിയെടുത്ത കാശ് തന്നാൻ പോവാ. കാശ് എന്നാ നീ പോവല്ലോ. കാശ് തന്നാ പോകും. കാശ് എന്നാ പോയിരിക്കണം. എന്തായാലും പോകും. അവ കാശ് എന്നാ നീ പോകും. ഞാൻ പോകും. എന്നാ നീ പോകണ്ട. അതെ, കാശില്ല. ആഹാ. അതെ, നീ ഇവിടെ അനങ്ങാനൊന്നും മാസത്തിലുണ്ട്. വീട്ടിലൊന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ഈ വേദി ധന്യമാക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മാഷ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആ മഹൽ വ്യക്തി നമ്മുടെ ദണ്ഡി ദാമോദരൻ മാഷ്. തെണ്ടി അല്ലടാ, തെണ്ടി. ദണ്ഡി ദാമോദരൻ മാഷ് ദണ്ഡി യാത്രയിലൊക്കെ പങ്കെടുത്ത ആളാ. അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാഗ്ധോരണി നിങ്ങളുടെ കാതുകളെ കുളിർപ്പിക്കും. അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഒരു ഹർഷാരവത്തോടെ. മുണ്ടഴിച്ച ആളുകൾ കാണൂല്ലേ? നമസ്കാരം മാഷേ. മാഷിന്റെ നിർക്കളമായ വാക്കുകൾ കേൾക്കാൻ ആൾക്കാർ കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. നമസ്കാരം. ഞാൻ വിചാരിച്ച പണിയെടുത്ത കാശ് തരാൻ പാടും. എന്റെ മുന്നോശ മതി 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 മതി. ഇനി ബബ്ബാന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിലുള്ള കോഴികൾ മുഴുവൻ ഇങ്ങോട്ട് കയറി വരും. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഭാഗം ഉദ്ദേശിച്ച അതായിരുന്നല്ലേ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ കമ്മിറ്റിക്കാർ ഈ നാട്ടുകാരെ മുഴുവൻ ഊണുറക്കം ഉപേക്ഷിച്ച് ഞാൻ പറഞ്ഞോളാം. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നിർത്തരുത്. ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള അക്ഷരം ഇട്ട് പൂരിപ്പിച്ച് കളയും. അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. കൂക്കണ്ട കുട്ടികളെ കൂക്കണ്ട. മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത് കുട്ടികളും അതുപോലെ തന്നെ പൂക്കളും ഞാൻ പറഞ്ഞോടാ. പെട്ടെന്ന് പറ, അതൊക്കെ അപകട മേഖലയാ. അത് രണ്ടുമായിരുന്നു. അപ്പോ ആ ഒരു സംസ്കാരം നമ്മൾ മക്കളിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് മൈ ഫ്രണ്ട്. മൈ ഫ്രണ്ട്, സുഹൃത്ത്, ഞാൻ പ്രഭാകരനും എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി നന്ദി നമസ്കാരം. നന്നായി പോടാ. ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇവനൊക്കെയാണ് സ്വാതന്ത്ര്യ സമര സേനാനി. എന്താ? വെറുതെ അല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ 1947 വരെ കാത്തിക്കേണ്ടി വന്നത്. അതെന്താ? അല്ല, വർത്താനം പറഞ്ഞാൽ തീരുമല്ലോ. എടാ, ഒന്നുമില്ലേലും അദ്ദേഹം ഒരു മാഷല്ലേ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. മൂപ്പര് പഠിപ്പിച്ച് എത്ര കുട്ടികളാ ഇന്ന് വലിയ വലിയ നിലകളിൽ ജോലി ചെയ്യുന്നത് നിനക്കറിയാവോ? എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല. മൂപ്പര് പഠിപ്പിച്ച എൻ്റെ ഒരു അനുജനെ പറ്റി പറയാം. അവനൊരു കെട്ടിടത്തിന്റെ 10ാം നിലയിൽ സിമന്റ് കോരി കൊടുത്തോണ്ടിരിക്കുക. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ മാഷിനെ പറഞ്ഞത് ഞാൻ സഹിച്ചു. ഇനി അതിനേക്കാളും വലിയ ആളാണ് വരാൻ പോകുന്നത്. ഇനി നീ ഇവിടെ ഇന്നാ ഞാൻ പോലീസിനെ വിളിക്കൂടാ. അപ്പൊ ഞാൻ ജാനുവിനെ എടുത്ത് പുറത്തിടും. നീ എന്തിനാ ഇപ്പൊ ജാനുവിനെ എടുത്ത് പുറത്തിടുന്നത്? എനിക്ക് പിടിച്ചു നിൽക്കണ്ടേ? ആണോ? എന്നാ നീ ഇവിടെ നിന്നോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ഈ വേദിയെ ധന്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ അടുത്ത വിശിഷ്ടാതിഥിയും എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് നിങ്ങളറിയാം. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം. എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിന് എന്നെ അറിയാം. അങ്ങനെ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അറിയാം ഗോപാലൻ. പ്രശസ്ത സാഹിത്യകാരനും നിരൂപകനുമായ ആ വലിയ മനുഷ്യനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്രേക്ക് പോയതാന്ന് തോന്നുന്നു. ഇതെന്ത് വൈക്കോല് വണ്ടിയാ?
എന്തെവിടെ പരിപാടി? ഇവിടെ ഗാന്ധിജിയുടെ ആരെവിടുത്തെ പ്രസിഡന്റ് ആരാ? അറിയാമെങ്കിൽ പിന്നെ പറഞ്ഞൂടെ, പിന്നെ ചോദിക്കുന്നു. എനിക്കറിയാം, നിങ്ങൾക്കറിയാമെന്നുള്ളത് എനിക്കറിയില്ലല്ലോ. ഞങ്ങൾക്കറിയാം, സ്വാമി സാറേ ചേട്ടാ അറിയാം. അപ്പൊ നമ്മുടെ ഗാന്ധിയുടെ അല്ലേ, നമ്മുടെ ഗാന്ധി നിർമ്മിച്ച ഈ പ്രതിമ, അയ്യോ, ഗാന്ധിജി നിർമ്മിച്ച പ്രതിമയല്ല, ഇത് ഗാന്ധിജിയുടെ പ്രതിമയാണ്. ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടി വരുന്നത് ബഹുമാനപ്പെട്ട ശ്രീമാൻ ഇന്ത്യയെ കുറിച്ചാണ്. എന്താണ് ഇന്ത്യ? വിദ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ചലച്ചിത്ര രംഗം എന്ന് പാടിയ സുഭാഷ് ചന്ദ്ര ബോസിന്റെ ഇന്ത്യ. ആ ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സ്റ്റെപ്പ് അപ്പ് ഉണ്ടാവണം, സ്റ്റെബിലൈസർ ഉണ്ടാവണം, സോഡ ഉണ്ടാവണം, ഗ്ലാസ് ഉണ്ടാവണം, അച്ചാറുണ്ടാവണം. ഇതൊന്നുമില്ലെങ്കിൽ തലക്കിത്തിരി പ്രാന്ത് വേണം. ഇതുപോലെ നിന്നോ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ കേട്ടോ. ഇന്ത്യയെ കുറിച്ച് രണ്ടു വാക്ക് ഞാൻ പറയാം. അതായത് ഭാരതാരിഷ്ടം ദുർക്കണം കേരള രാഷ്ട്രീയത്തിൽ രണ്ടക്ഷരം കുറഞ്ഞിടില്ല, അത് മന്ത്രിയായിടും എന്നാണ്. എനിക്ക് മനസ്സിലായി. അടോ വേലായുധമെല്ലാം മനസ്സിലായി, പക്ഷെ സാധാരണക്കാരായിട്ടുള്ള പല ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ പച്ച മലയാളത്തിൽ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഭാരതത്തിന്റെ ദുർഘടകങ്ങളിൽ ആന്തോളനം ചെയ്യുന്ന ഘടികാര സൂചകത്തിന്റെ ആന്തോളന ഭാവ സ്ഫുരിതമല്ലേ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ? ഇത്രയും ഞാൻ വിചാരിച്ചില്ല. എന്റെ വിവരത്തെ കുറിച്ചായിരിക്കും. അല്ല, പ്രാന്ത് ഇത്രയും മൂത്തിട്ടുണ്ടെന്ന് നിന്നോ. ഇതാരത്? ആരാ ഇത് വേലായുധൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നാട്ടുകാരനാ. ഫുൾ ടൈം വെള്ളവാ, അതായി വിവരദോഷം വിളിച്ച് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് വേലായുധനാണോ? കുഴപ്പമായോ? ദൈവമേ, ഇദ്ദേഹത്തെ എനിക്കറിയാലോ. പിന്നെ ഇദ്ദേഹത്തെയാണോ നിങ്ങൾ ഇപ്പൊ ഈ വിവരദോഷി എന്ന് വിളിച്ചത്? എല്ലാരും അങ്ങനെ വിളിക്കുന്നത്. കഷ്ടം കേട്ടോ, കഷ്ടം. അതെ, കേൾക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം റോഡിലൂടെ നടന്നു വരുമ്പോ ഒരു ചുമരിൽ നിറച്ച് ഷക്കീല ചിത്രങ്ങളുടെ അശ്ലീല പോസ്റ്ററുകൾ വലിച്ചൊട്ടിച്ചിരിക്കുക. സംസ്കാര സമ്പന്നനായ നമ്മുടെ വേലായുധൻ ചെയ്തത് എന്താണെന്നറിയോ? എന്താ? എല്ലാ പോസ്റ്ററുകളും വലിക്കേറി ചീന്തിക്കളയായിരുന്നു. ആ ഒരു നിമിഷം തന്നെ ഇദ്ദേഹത്തോടെ എനിക്ക് വല്ലാത്തൊരു ബഹുമാനം, ആരാധന തോന്നി. എനിക്ക് അപ്പോൾ ചോദിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ ഒരു നിമിഷം അതിനെ ഉപയോഗിക്കുക. കേട്ടോ വേലായുധ, ഇത്രയും രോഷം കൊണ്ട് ആ പോസ്റ്ററുകൾ ഇങ്ങനെ വലിച്ചു കീറാനുള്ള ആ ഒരു ഛേദവികാരം എന്തായിരുന്നു? അത് വേറെ ഒന്നുമല്ല, പോസ്റ്റർ കണ്ടപ്പോൾ തോന്നിയ വികാരത്തിന്റെ നാലിലൊന്നും പോലും പടം കണ്ടപ്പോൾ ഉണ്ടായില്ല. ആ ദേഷ്യത്തിൽ വലിച്ചു കയറിയതാ. കറക്റ്റാ, ഞാൻ കണ്ടിരുന്നു പടം, ഞാൻ കണ്ടിരുന്നു. അപ്പോ ഞാൻ അധികം സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല. ഇപ്പോഴത്തെ സാമ്പത്തിക മാന്ദ്യത്തെ കുറിച്ച് ഞാനിപ്പോൾ ഈ ഇന്ത്യയുടെ അവസ്ഥ, ഈ ഒരു അവസ്ഥ ഞാൻ ചോദിക്കട്ടെ, ഇത് മാറണ്ടേ? കറക്റ്റ്. വരുമ്പോ തന്നെ എനിക്ക് പറയണമെന്ന് തോന്നിയതാ, സാർ ഈ ജുബ്ബ മാറണം. അല്ല, ഞാൻ ഇന്ത്യയുടെ മാറ്റത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങൾ ഈ ജുബ്ബയുടെ നാറ്റത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, എൻ്റെ ഒരു അവസ്ഥ അറിയാത്തത് കൊണ്ടാ ഞാൻ പിന്നെ എണ്ണ സോപ്പ് പിന്നെ ഞാൻ തന്നെ കുളിക്കാൻ നിൽക്കട്ടെ. വേണ്ട, ഒരു നാടിന്റെ ആവശ്യം നിലയ്ക്ക് ഞങ്ങൾ കുളിപ്പിച്ചു തരാം. ആയിക്കോട്ടെ. അതായത് ഇപ്പോഴത്തെ സാമ്പത്തിക മാന്ദ്യത്തെ കുറിച്ച് ഒരു രണ്ടു വാക്ക് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞുതരാം. അതായത് എത്രയും ദൂരം അതായത് നമ്മുടെ ഭാരതം രക്ഷപ്പെടണം, ഇന്നത്തെ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് ഭാരതം രക്ഷപ്പെടണമെങ്കിൽ ഭാരതത്തിൽ നിർമ്മിക്കുന്ന സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യണം. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സാധനങ്ങൾ ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്യണം. അങ്ങനെ ഇന്ത്യയും ഭാരതവും തമ്മിൽ ഒരു ബന്ധം നമുക്ക് സ്ഥാപിച്ചാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കയറ്റുമതി ഇറക്കുമതി. ഇനി ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ല. അറിയാം. എന്തറിയാ? നിങ്ങൾ എന്നെ കൊല്ലും. ഈ സാധനത്തിന് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്ത് അപ്പുറത്തെ ആ പറമ്പിലേക്ക് ഒന്ന് ഇറക്കുമതി ചെയ്ത്. അല്ല വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഇല്ല, അവര് കൊണ്ടുപോയി കളഞ്ഞോളൂ. മന്ത്രി, നീ പെട്ടെന്ന് പോയിട്ട് മാലയൊക്കെ താലപ്പൊലിക്കുള്ള പിള്ളേരൊക്കെ റെഡിയല്ലേ? പാട്ട് തെറ്റാ റെഡിയാണോ? എടാ മന്ത്രി എത്തിയടാ, റെഡിയാണോ? ഇത് റീത്തല്ലടാ പോത്തെ. മാല കിട്ടിയില്ല. മാല കിട്ടാതെ ഇതെങ്ങനെയാടാ മന്ത്രി അണിയിക്കുന്നതാ? മാല മന്ത്രിക്ക് അണിയിക്കുന്നത് ആരാ? മാലയോ? ആന. അപ്പൊ കുഴപ്പമില്ല. കേരളത്തിൽ ഇപ്പോഴത്തെ ആനയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ മാലയൊക്കെ നല്ലത് റീത്ത. റീത്ത് മതിയടാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട്. ഗാന്ധിജിയുടെ പ്രതിമയുടെ അനാച്ഛാദനം നടത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെ ഹർഷ ആരവത്തോടു കൂടി ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ,
വൈകിയെത്തിയതിന് ക്ഷമിക്കണം. നവയാചന യാത്രയുടെ തിരക്കിലായിരുന്നു. നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള ചില പാർട്ടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നവസംഭാവന യാത്ര, പുതു കാൽവാരൽ യാത്ര മുതലായ യാത്രകൾ നടത്തുന്നുണ്ടെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും യാത്രകൾ നിങ്ങൾ നടത്തുന്നത്? ജനങ്ങളെ രക്ഷിക്കാൻ. ജനങ്ങളെ രക്ഷിക്കാനാണെങ്കിൽ ഇത്രയും യാത്രകളുടെ ആവശ്യമില്ല. നിങ്ങളെല്ലാ പാർട്ടിക്കാരും കൂടി ഒരുമിച്ച് യാത്ര ചെയ്ത് കേരളത്തിന് പുറത്തേക്കങ്ങ് പോയാൽ തിരിച്ചു വരരുത്. അപ്പോൾ കേരളം രക്ഷപ്പെടും. തന്നെ നിങ്ങൾക്കറിയാം, മന്ത്രി ആയതിൽ പിന്നെ ഞാൻ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടില്ല. നിങ്ങളിൽ ഒരാളായി നിന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു സഹായം ചോദിച്ചു വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ സഹായിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഡിക്ഷണറിയിൽ ഇമ്പോസിബിൾ എന്നൊരു വാക്കേ ഇല്ലായിരുന്നു. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, ഡിക്ഷണറി വാങ്ങിക്കുമ്പോൾ നോക്കണമായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതാണോ നമ്മുടെ ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ? ഇതല്ല ഇന്ത്യ. ഇതാണ് ഇന്ത്യ. നമ്മൾ സംസ്കാര സമ്പന്നരാണെന്ന് പറയുന്നു, നമ്മൾ വൃത്തിയുള്ളവരാണെന്ന് പറയുന്നു, നമ്മൾ ഗാന്ധിജിയെ പിൻപറ്റുന്നവരാണെന്ന് പറയുന്നു. എന്നിട്ടും ഞാൻ കണ്ട ആ കാഴ്ച, സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ സൈഡിൽ ഒരു എലിച്ചത്ത് കിടക്കുന്നു. അമേരിക്കയിലാണെങ്കിൽ ഇത് നടക്കുമോ? എന്താ അമേരിക്കയിലാണെങ്കിൽ ഇത് നടക്കുമോ? അമേരിക്കയിലും ലോകത്ത് എവിടെയായാലും ചത്തയില് നടക്കൂലല്ലോ. ജാനു നിന്നോടാ, നിന്നോ നിന്നോ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ മന്ത്രി ആയതിൽ പിന്നെ ഈ പഞ്ചായത്തിലെ റോഡും കുളവും നന്നാക്കിയില്ലേ? റോഡും കുളവും ഒന്നാക്കി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അപ്പൊ പാലം പണിതതും എന്റെ കാലത്തല്ലേ? പാലം പൊളിഞ്ഞതും തങ്ങളുടെ കാലത്ത് തന്നെ. ജാനു, അതെ, നീ ഇവിടെ എന്നാ കുഴപ്പമാവും. 150 രൂപയുണ്ട്, ഒരു പൈന്റ് മേടിച്ച് അങ്ങ് പോയി വെള്ളം അടിച്ചോട്ടെ, അങ്ങോട്ടേക്ക് പോയി. ഇനി ഞാൻ എന്റെ ബാക്കി പട്ടിക നിരത്താം. അയ്യോ, പട്ടികയൊക്കെ മതി. ഗാന്ധിജിയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. നമ്മൾ അതിനാ വന്നിരിക്കുന്നത് ഇവിടെ. ഗാന്ധിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു മഹാനായിരുന്നു. ഈ ഒരു അവസരത്തിൽ മറ്റൊരു സത്യം കൂടി ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവായിരുന്നു. അതൊരു പുതിയ അറിവാ. അതൊക്കെ പഠിക്കണ്ടേ? അതെ, അതൊക്കെ വേണ്ട. നമ്മുടെ ആ ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് എന്തെങ്കിലും പറ. ഉപ്പ് സത്യാഗ്രഹം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അതറിയാം. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, അപ്പൊ ദണ്ഡി യാത്രയെ കുറിച്ച് 2 വാക്ക്. ദണ്ഡി യാത്രയെ കുറിച്ചും നിങ്ങൾക്കറിയാം. അല്ല, അത് കുറച്ച് പേർക്കല്ലേ അറിയാവുന്നുള്ളൂ. അതേതായാലും നന്നായി. അറിയാവുന്ന കുറച്ച് പേർ അറിയാത്തവർ പറഞ്ഞു കൊടുക്കട്ടെ. പറഞ്ഞില്ല. ഇനി പൊന്നാടയാർത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട മന്ത്രിയെ പൊന്നാടയാർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പഞ്ചായത്തിലെ 316 പേരാണ് മുന്നോട്ട് വന്നത്. ആ 316 പൊന്നാടയും ഈ ദേഹത്ത് ചാർത്തി കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ 16 ഇവിടെ വെച്ച് നടത്തേണ്ടി വരും. അതുകൊണ്ട് അതിന് ഞങ്ങൾ മുതിരുന്നില്ല. ആ പൊന്നാടയെല്ലാം കൂടെ തയ്ച്ച് ഒന്നാക്കി ഒരു വല്ലാത്ത പൊന്നാടയാക്കി ഈ വിവേചനത്തിലേക്ക് കൊണ്ടുവരികയാണ്. സതീശ, പൊന്നാട കൊണ്ടുപോടാ. പ്രിയമുള്ളവരെ, ഒരുപാട് പൊന്നാടകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് ഞാൻ പൊന്നാട എന്നെഴുതിയ പൊന്നാട എനിക്ക് കിട്ടുന്നത്. നന്ദി പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അതുകൊണ്ട് താങ്ക് യു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പൊന്നാട ചാർത്തൽ കർമ്മം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ മഹാത്മജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. ഇതാണോ ഗാന്ധി? അയ്യേ, ഇതെന്ത് ഗാന്ധി? പ്രതിമയുടെ പണി തീർന്നില്ല. എന്തായാലും ഉദ്ഘാടനം നടക്കണ്ട. തൽക്കാലം എന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ജാനു